വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് R15ൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് എപ്പോൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ബൈക്കിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തു. ഞാൻ ഏകദേശം ഒരു 12,000+ കിലോമീറ്റേഴ്സിലാണ് മാറിയത്. അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 1 ഇയർ പ്ലസ് ആയി. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം പീരീഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ടൈം പീരീഡെങ്കിലും ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറുക. ഇൻ കേസ് നമ്മുടെ സർവീസിൽ ടെക്നീഷ്യൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അങ്ങോട്ട് ചോദിച്ച് ഈ സാധനം മാറുക. കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാറാതെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ABS മോട്ടറിനെ അത് ബാധിക്കും, നമ്മുടെ ബ്രേക്കിങ്ങിനെ ബാധിക്കും, ആകെ മൊത്തം നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് അത് കുഴപ്പമാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് മാറിക്കൊടുക്കുക. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 in 2 year ആണ് കാണിക്കുന്നത്. അത്രയും വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കറക്റ്റ് ഇതിൻ്റെ ലെവലൊക്കെ നോക്കുക. നോക്കിയിട്ട് ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിനെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല കുറച്ചങ്ങ് പഴയതാകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങ് റീപ്ലേസ് ചെയ്യുക. ഒരു കുഴപ്പമില്ല. ഈ ബൈക്കിന് ഏകദേശം 800 rupees ഫ്രണ്ടിലും ബാക്കിലും കൂടെ ഞാനിപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് മാറിയപ്പോൾ കോസ്റ്റ് ആയത്. സോ നമുക്ക് കറക്റ്റ് ആ ഒരു ടൈം ഗ്യാപ്പിൽ അത് മാറിക്കൊടുക്കുക. ഒരുപാട് അങ്ങ് ലേറ്റ് ആവാൻ നിൽക്കാതെ കറക്റ്റ് ആ ഒരു ലെവലൊക്കെ നോക്കിയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കാണുന്നതാണ് ബൈക്കിൻ്റെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഉള്ളത്. ഇതെപ്പോഴും ഈ ഒരു ഹാഫ് ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇതിപ്പം ബൈക്ക് സൈഡ് സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് താഴ്ന്നതിൽ കാണുന്നത്. ഇതിപ്പോൾ ഹാഫ് ലെവലിൽ കറക്റ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഈ ലോവറും അപ്പറും ആയിട്ട് 2 മാർക്കിങ്സ് ഉണ്ട്. അതിൽ ഈ ലോവറിന് താഴോട്ട് പോകരുത്. അങ്ങനെ വന്നാൽ നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ ബൈക്ക് മേടിച്ച് ഫസ്റ്റ് 10,000 കിലോമീറ്ററിന് ഒരു ഇതും കാണില്ല, ഇതിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ചും വരില്ല. ഇത് പെട്ടെന്ന് അങ്ങനെ പോകുന്നൊരു സാധനമല്ല. പക്ഷേ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ കാണുന്ന റബ്ബർ വയറിനൊക്കെ എന്തെങ്കിലും ഒരു ലീക്കേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ലോങ് റൈഡൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കറക്റ്റ് ഉള്ളിൽ ABS മോട്ടറിൽ പോയിട്ടാണ് എന്നിട്ടാണ് അത് ബാക്ക് വീലിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം ഈ ABS മോട്ടർ ഫെയിലിയർ ആവാനും നമ്മളിത് മാറാതെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കാരണമായി മാറും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് മാറിക്കൊടുക്കുക. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു മാസ്റ്റർ സെൻസർ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിനും ഇവിടെ നമുക്ക് കറക്റ്റ് ലെവൽ അറിയാം. നമ്മൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഇത് മാറിക്കൊടുക്കുക. നിങ്ങളുടെ ബൈക്ക് ഏതായാലും അതിൻ്റെ യൂസർ മാനുവൽ നോക്കുക, ഇല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇതൊക്കെ എപ്പോഴാണ് കറക്റ്റ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻ്റർവൽസ് നോക്കി വെക്കുക. കറക്റ്റായിട്ട് മാറിക്കൊടുക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇതിനൊക്കെ നല്ല ലൈഫ് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി പോകുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ബ്രേക്കിൻ്റെ കാര്യം നമുക്കറിയാം, ബൈക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബ്രേക്സാണ്. എപ്പോഴും അതിൻ്റെ ഹെൽത്ത് നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.